വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിറ്റി എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. അധ്യായം 470. യുദ്ധമല്ല, സമാധാനമാണ് ലോകത്തിനാവശ്യം. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ അധ്യായങ്ങൾ ആവർത്തിക്കപ്പെടുന്ന യുദ്ധങ്ങളാണ്. സാമൂഹികമായും സാംസ്കാരികമായും ശാസ്ത്രീയമായുമൊക്കെ ബഹുദൂരം മുന്നോട്ടു പോയ മാനവ സമൂഹം പ്രശ്നപരിഹാരം മസിൽ പവറിലൂടെ എന്ന അപരിഷ്കൃതവും സങ്കുചിതവുമായ രീതി അവലംബിക്കുന്നുവെന്നത് അത്യന്തം നിരാശാജനകമാണ്. ലോകം അനുഭവിച്ച മാരകമായ യുദ്ധക്കെടുതികൾ മനുഷ്യന്റെ മനസ്സിൽ ഇന്നും മായാത്ത മുറിവുകളായി നിലകൊള്ളുമ്പോഴും നയതന്ത്രതലത്തിലും ആശയ സംവാദങ്ങളിലൂടെയും സംഘർഷങ്ങളെ കൈകാര്യം ചെയ്യാനാവാതിരിക്കുന്നുവെന്നത് ആധുനിക ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണ്. നിരന്തരമായ സംഘർഷങ്ങളും കൊലവിളികളും നിത്യസംഭവമായിരുന്ന അപരിഷ്കൃത യുഗത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഏത് നീക്കവും മാനവരാശിയുടെ നാശത്തിലാണ് കലാശിക്കുക. അതുകൊണ്ടുതന്നെ യുദ്ധമല്ല, സമാധാനമാണ് ലോകത്തിനാവശ്യമെന്ന സുപ്രധാനമായ മുദ്രാവാക്യം ഉറക്കെ വിളിക്കേണ്ട സന്ദർഭമാണിത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളിലൂടെ ലോകമനുഭവിച്ച മാരകമായ യുദ്ധക്കെടുതികൾ സൃഷ്ടിച്ച ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ വിസ്മരിക്കാനാവില്ല. ലോകത്തെ പൂർണ്ണമായും മാറ്റിമറിച്ച യുദ്ധങ്ങളായിരുന്നു അവ. കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവനാണ് ആ യുദ്ധങ്ങളിൽ പൊലിഞ്ഞത്. നിരവധി നഗരങ്ങൾ തകർന്നു തരിപ്പണമായി, കുടുംബങ്ങൾ ചിതറിപ്പോയി, മനുഷ്യന്റെ മനുഷ്യത്വം പോലും ചോദ്യം ചെയ്യപ്പെട്ടു. ഹിരോഷിമയിലും നാഗസാക്കിയിലും നടന്ന ആറ്റം ബോംബ് വർഷം പോലുള്ള സംഭവങ്ങൾ യുദ്ധത്തിന്റെ ക്രൂരതയുടെ ആഴം അടയാളപ്പെടുത്തുന്നതായിരുന്നു. ഒരു നിമിഷാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് നാമാവിശേഷമായത്. ശേഷിച്ചവർ ജീവിതകാലം മുഴുവൻ ദുരിതങ്ങൾ അനുഭവിച്ചു. മധ്യപൗരസ്ത്യ ദേശത്ത് നടക്കുന്ന യുദ്ധം ലോകമെമ്പാടുമുള്ള ജനസമൂഹങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ഈ സമയത്ത് തിരുത്താനും തിരിച്ചറിയാനും ലോകരാജ്യങ്ങൾക്കായെങ്കിൽ എന്നാശിക്കുന്നു. ലോകത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും പ്രയോജനപ്പെടേണ്ട അമൂല്യമായ വിഭവങ്ങൾ നശിപ്പിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. സാമ്പത്തികവും സാംസ്കാരികവും പാരിസ്ഥിതികവുമായ നിരവധി ദുരന്തങ്ങൾ വിതയ്ക്കുന്ന യുദ്ധം ഒരിക്കലും പരിഹാരമല്ല. അത് പ്രശ്നങ്ങളെ കൂടുതൽ രൂക്ഷമാക്കുന്ന ദുരന്തമാണ്. അത് മനുഷ്യ മനസ്സുകളിൽ ആഴത്തിലുള്ള മുറിവുകൾ സൃഷ്ടിക്കുന്നു. ഭയം, അനാഥത്വം, ദാരിദ്ര്യം, മാനസിക സംഘർഷം തുടങ്ങിയവയെല്ലാം യുദ്ധത്തിന്റെ അനന്തരഫലങ്ങളാണ്. 2ാം ലോകമഹായുദ്ധാനന്തരം ഇനിയൊരു യുദ്ധം വേണ്ടെന്നും രാജ്യങ്ങൾക്കിടയിലെ തർക്കങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് 1945 ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചത്. എന്നാൽ പ്രശ്നകലുഷിതമായ ആധുനിക ലോകത്തിന്റെ നടപടികളിൽ ഐക്യരാഷ്ട്ര സംഘടന പോലും നോക്കുകുത്തിയാകുന്നുവെന്നതും ഏറെ സങ്കടകരമായ കാര്യമാണ്. ലോകമനുഭവിച്ച യുദ്ധക്കെടുതികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യൻ സൃഷ്ടിക്കേണ്ടത് നാശമല്ല, സമാധാനമാണ് എന്നതാണ്. കാരണം യുദ്ധം കൊണ്ട് ആരും ജയിക്കുകയോ നേടുകയോ ചെയ്യുന്നില്ല. എല്ലാവരും വിലപ്പെട്ട പലതും നഷ്ടപ്പെടുത്തുകയാണ്. ആശയതലത്തിലും നയതന്ത്രതലത്തിലുമുള്ള സംവാദങ്ങളും ആദാനപ്രദാനങ്ങളുമാണ് സാംസ്കാരിക പ്രബുദ്ധതയുടെ അടയാളം. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ വട്ടമിട്ട് പറക്കുന്ന ലോകം എന്തുമാത്രം സുന്ദരമായിരിക്കും. യുദ്ധം നാശം വിതയ്ക്കുന്നു, സമാധാനമാണ് ജീവിതം പുഷ്പിക്കാൻ വഴിയൊരുക്കുക. മനുഷ്യചരിത്രത്തിന്റെ ഓരോ പേജും നിരവധി പാഠങ്ങളും സന്ദേശങ്ങളുമാണ് നമുക്ക് നൽകുന്നത്. ഓരോ യുദ്ധവും ഒടുവിൽ കണ്ണീരിന്റെയും വേദനയുടെയും കഥകളാണ് പറയുന്നത്. കാരണം യുദ്ധം ആരെയും യഥാർത്ഥത്തിൽ ജയിപ്പിക്കുന്നില്ല. അത് മനുഷ്യന്റെ ഹൃദയത്തെ ശൂന്യമാക്കുകയും ലോകത്തിന്റെ സൗന്ദര്യത്തെ നിഷ്പ്രഭമാക്കുകയുമാണ് ചെയ്യുന്നത്. യുദ്ധം നാശത്തിന്റെ നൃത്തമാണ്. അതിൽ കത്തുന്നത് വീടുകൾ മാത്രമല്ല, സ്വപ്നങ്ങളാണ്. വീഴുന്നത് സൈനികർ മാത്രമല്ല, മനുഷ്യകുലത്തിന്റെ മൂല്യങ്ങളാണ്. ഓരോ ബോംബ് പൊട്ടുമ്പോഴും ഭൂമിയുടെ നെഞ്ചിൽ ഒരു മുറിവ് കൂടി പതിയുന്നു. ഓരോ മിസൈലും ഡ്രോണും നിരവധി മനുഷ്യരുടെ ഹൃദയം തകർക്കുന്ന നിലവിളിയാണ്. സമാധാനമാണ് നമുക്ക് ആവശ്യം. അത് ഹൃദയങ്ങളിൽ പ്രതീക്ഷയുടെ വിത്തുകൾ വിതറുന്നു. സമാധാനമുണ്ടെങ്കിലേ മനുഷ്യന് സ്വപ്നം കാണാൻ കഴിയൂ, ക്രിയാത്മകമായ സംഭാവനകൾ നൽകാനാവൂ. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ഒരു ലോകം പുലരട്ടെ. ബോംബുകളും മിസൈലുകളും ഇല്ലാത്ത, ഭയാശങ്കകളില്ലാത്ത ഒരു ലോകം. മനുഷ്യനെ സഹോദരനായി കാണുന്ന ഒരു ഭൂമി. അത് എത്ര മനോഹരമായിരിക്കും. അവിടെ അതിർത്തികൾ വേർതിരിവിന്റെ മതിലുകൾ സൃഷ്ടിക്കില്ല. അവ മനുഷ്യരെ ബന്ധിപ്പിക്കുന്ന പാലങ്ങളായിരിക്കും. അവിടെ ആയുധങ്ങൾ ചരിത്രത്തിന്റെ മ്യൂസിയങ്ങളിലേക്ക് മാത്രം ഒതുങ്ങും. മനുഷ്യന്റെ കൈകളിൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും പൂക്കൾ മാത്രമേ വിരിയുകയുള്ളൂ. സമാധാനം ഒരു സ്വപ്നമല്ല, അതൊരു തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ നാം സമാധാനം വളർത്തുമ്പോൾ ലോകവും അതിന്റെ സൗന്ദര്യത്തിലേക്ക് തിരികെയെത്തും. യുദ്ധത്തിന്റെ ഇരുണ്ട വഴികൾ വിട്ട് സമാധാനത്തിന്റെ പ്രകാശപഥത്തിലേക്ക് നടക്കാൻ നാം തയ്യാറുണ്ടോ എന്നതാണ് കാതലായ പ്രശ്നം.
ഈ ലോകം ഒരിക്കൽ സ്വപ്നങ്ങൾ നിറഞ്ഞ മനോഹരമായൊരു ഉദ്യാനമായിരുന്നു. എന്നാൽ ലോകത്തിന്റെ തെറ്റായ നടപടികൾ ആ പൂന്തോട്ടത്തെ വികലമാക്കിയിരിക്കുന്നു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മുതലെടുത്ത് നിരന്തരമായ പ്രകോപനങ്ങളിലൂടെ കുട്ടനെയും മുട്ടനെയും തമ്മിലടിപ്പിച്ച് അവരുടെ ചുടുരക്തം കുടിക്കാൻ അവസരം പാർത്തിരിക്കുന്ന ചെന്നായ്ക്കളെ തിരിച്ചറിയാനുള്ള പക്വത കാണിക്കേണ്ട സന്ദർഭമാണിത്. ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് സമാധാനത്തിന്റെ ലോകം സൃഷ്ടിക്കാനുള്ള ആർജവവും തന്റേടവുമാണ് കാലം തേടുന്ന കാവ്യനീതി. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.